രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഇന്ന് ഛത്തീസ്ഗഡിലാണ്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു റുട്ടീൻ നോക്കി നോക്കൂ. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിശയമാകും. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം ഏതാണ്ട് 75 കഴിഞ്ഞിരിക്കുകയാണ്. ഈ G20 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നു. അവിടുന്ന് നേരെ തിരിച്ചെത്തി ചീഫ് ജസ്റ്റിസിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം വിവിധ പരിപാടികളിലേക്ക്, വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ ഒറീസയിലേക്ക് പോകുന്നു. അതിനുശേഷം മധ്യപ്രദേശിൽ വരുന്നു. അതിനുശേഷം കർണാടകയിലെത്തുന്നു. അതിനുശേഷം തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നു. ഇപ്പോഴിതാ ഛത്തീസ്ഗഡിലേക്ക്. എറൗണ്ട് ദ ക്ലോക്ക് കൃത്യമായി തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കർമ്മനിരതനായ ഒരു പ്രധാനമന്ത്രി. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി, വിമർശനങ്ങളൊക്കെ മാറ്റി നിർത്തി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ എറൗണ്ട് ദ ക്ലോക്ക്, അദ്ദേഹത്തിൻ്റെ 24/7 എല്ലാ നിമിഷവും ഒരുപോലെ അധ്വാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ നേട്ടമാണ് അത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഛത്തീസ്ഗഡിലാണ് ഇന്ന് നമ്മുടെ പ്രധാന സേവകനുള്ളത്. ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 60ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സഹമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, സ്വാഗതം. നമസ്തേ, പുത്തമ്പലിയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാന സേവകൻ ഛത്തീസ്ഗഡിലാണ്. വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. എത്രത്തോളം നിർണായകമാണ് ഈ സന്ദർശനം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ ഉള്ളത്. അതായത് DGPമാരുടെയും പോലീസ് IG-മാരുടെയും പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഇതാദ്യമായാണ് ഇത്തരമൊരു പരിപാടിയിൽ ഈ റായ്പൂർ ഭാഗത്ത്, അതായത് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. പ്രധാനമന്ത്രി അവിടെ പങ്കെടുക്കാൻ എത്തുന്നതും 2000-ലധികം പോലീസുകാർ ഇതിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി സുരക്ഷയ്ക്കായും അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുത്തതിന് പിന്നിലും മറ്റ് ചില കാര്യങ്ങൾ, ചില കാരണങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അത് ഈ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് അവിടെ DGPമാരുടെയും IGPമാരുടെയും പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റു കാര്യം, ഛത്തീസ്ഗഡിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അതിൽ സുരക്ഷിത് ഭാരത്, വികസിത് ഭാരത് എന്ന പ്രധാനമന്ത്രിയുടെ സങ്കല്പത്തിൻ്റെ ഭാഗമായുള്ള നിരവധി പദ്ധതികൾ, അത് സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വികസനവുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതേസമയം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹമന്ത്രി കൂടിയായ ബണ്ടി സഞ്ജയ് കുമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, വിവിധ മേഖലകളിൽ നിന്നുള്ള DGPമാരും IGPമാരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആ പരിപാടിയുടെ ഭാഗമാകുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. പ്രധാനമന്ത്രി ആ പരിപാടിയെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു.